ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ അജിത. അപ്പോൾ ഞാനെന്ന് വന്നിരിക്കുന്നത് കുറേ നാളത്തെ എൻ്റെ ആഗ്രഹം സാധിച്ചതുമായിട്ട് ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ സാധനം എന്താണെന്നല്ലേ, ഈ ശുദ്ധകാലം മുതൽ കാണുന്നതാണ് മേക്കപ്പ് കോംബോ. അത് വെറും 195 രൂപ, 200 രൂപ, 295 രൂപയ്ക്കൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊന്ന് ഓർഡർ ചെയ്യാം. കാരണം കുറേ വീഡിയോസ് ഞാൻ അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഫേസിട്ടില്ല കേട്ടോ, വെറുതെ തുറന്ന്. പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് നല്ല പ്രൊഡക്ട്സ് അല്ല പറഞ്ഞത്. എന്നാലും എനിക്കൊന്ന് ഓർഡർ ചെയ്തേ, ആരും ബിരിയാണി കിട്ടിയാലോ എന്നുള്ളൊരു ചിന്തകൊണ്ട് ഞാനൊന്ന് ഓർഡർ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓർഡർ ചെയ്ത് സാധനം എൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ആ സാധനം തന്നെ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് എന്താണെന്ന് അറിയാനായിട്ട്. പിന്നെ ആ സമയത്ത് ഒരു ഉച്ച സമയമാണ്, ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഡീറ്റെയിലായിട്ട് നോക്കിയില്ല. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഡീറ്റെയിലായിട്ട് നോക്കാം. അപ്പോൾ ഓർഡർ ചെയ്തപ്പോൾ ഒരു 11th ഐറ്റംസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഓൾറെഡി പൊട്ടിച്ച് വെച്ചാലും വേറെ ഭക്ഷണമൊന്നും നമുക്ക് തുറന്നു നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നേക്കുന്ന സാധനം ഒരു ലിംപെറ്റ് ബ്യൂട്ടിയുടെ മാറ്റിഫൈങ് ബേസ് ആണ്. പൊട്ടിച്ചിട്ടില്ല, ബാക്കി പൊട്ടിച്ചിട്ടില്ല. ഇതിന് മുമ്പ് ഞാനിങ്ങനെ സ്മിട്ടനെന്നാണ് ഓർഡർ ചെയ്തിട്ട് എനിക്ക് പൊട്ടിയിട്ടൊരു സാധനം എന്നാ മേക്കപ്പ് ഫിക്സർ നാച്ചുറൽ. സത്യം പറഞ്ഞാൽ ഈ മേക്കപ്പ് ഫിക്സറും പ്രൈമറൊക്കെ ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റും കല്യാണത്തിന് മാത്രം മേക്കപ്പ് മാത്രം യൂസ് ചെയ്ത സാധനങ്ങൾ പേഴ്സണലി എൻ്റെ കയ്യിലില്ല. ബോട്ടിൽ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. അലോവേര വിത്ത് വിറ്റാമിൻ ഇ 100 ml ഉള്ള മേക്കപ്പ് ഫിക്സറാണ്. ഫിറ്റ് എന്നൊക്കെ പറയുന്നത്, ഫിറ്റ് ഓടിച്ചാൽ നമുക്ക് കാണിച്ചുണ്ടായി നിറയുണ്ട്. ഇതാണ് സാനിറ്റൈസർ എന്ന സ്മെല്ലൊക്കെ തോന്നുന്നുണ്ട്. ഈശ്വരാ, ഇതൊക്കെയാണോ ഞാൻ ഓർഡർ ചെയ്തത്? എൻ്റെ വീട്ടുകാർ കാണാം. അപ്പം നമുക്ക് നെക്സ്റ്റ് സാധനം, നമ്മുടെ തേർഡ് സാധനം ഹുദ ബ്യൂട്ടിയുടെ കോമ്പാക്ട് പൗഡർ. ഹുദ ബ്യൂട്ടിയുടെ കോമ്പാക്ട് പൗഡർ എന്നാണ് എഴുതിയേക്കണം. അപ്പം നമുക്ക് തുറന്ന് നോക്കട്ടെ. പാക്കേജിങ് കണ്ടാൽ തന്നെ അറിയാം ആരൊക്കെയോ തുറന്ന് പൊട്ടിച്ച് തിരിച്ചു വെച്ച സാധനമാണ്. നിങ്ങളും കണ്ടു. വാവ്, ഹുദ ബ്യൂട്ടിയുടെ പെട്ടിയുടെ കോമ്പാക്ട് പൗഡർ. ഓ, ഇത് 2-in-1 കോംബോ ആയിരുന്നു, ഞാൻ അറിഞ്ഞില്ല. തുറന്നു നോക്കാം നമുക്ക്. മിററൊക്കെ ഉണ്ട്, പക്ഷെ മിറർ കാണാൻ പറ്റില്ല കേട്ടോ, അത് ബ്ലറായിരിക്കും. നിങ്ങൾ അതിൻ്റെ സീക്രട്ടൊക്കെ കണ്ടുപിടിച്ചു. ഭംഗിയാസിക്കുള്ള സമയമല്ല നമുക്കിത്. അപ്പം നമുക്കൊന്ന് നോക്കാം. കോമ്പാക്ട് എന്ത് നല്ല സ്മെല്ല്. അപ്പം നമ്മൾ ഓൾറെഡി ഇപ്പം എത്ര ഐറ്റം നമുക്ക് കിട്ടി? 3 ഐറ്റം അല്ലേ? എന്തൊക്കെയാണ്? ഒരു മേക്കപ്പ് ഫിക്സർ, ഒരു ഹുദ ബ്യൂട്ടിയുടെ ബോക്സിലുണ്ടായിരുന്ന OBN ബ്യൂട്ടിയുടെ ഹോംമേഡ് പൗഡർ. ഇതാണ് 2-in-1 ആണ് മീഷോ എടുക്കുന്നത്. ഇത് ചെയ്യാം, പക്ഷെ മീഷോനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ഉള്ള ഷോപ്സ് അല്ലേ, ചിലപ്പോൾ അങ്ങനെ എടുക്കാൻ നമുക്ക് അറിയില്ല. എൻ്റെ ബാക്കിലെ കളികളൊക്കെ. നെക്സ്റ്റ് സാധനം, നെക്സ്റ്റ് ഇത് എന്താണ്? പ്രപ്പ് പ്ലസ് പ്രൈം മാക്ക് ഫിക്സോ, അതൊക്കെ ഇതിലോട്ട് കാണുന്നുണ്ടോ? ഇതെന്തിട്ടപ്പത് എസെൻഷ്യൽ ഓയിൽ, ആരോ തുറന്നു വെച്ച് പകുതി പുറത്തു പോയൊരു സാധനമാണ് നമുക്ക് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കട്ടെ. എന്നാലും നമുക്ക് കിട്ടിയതല്ലേ, എന്ത് സാധനം കിട്ടിയാലും മണത്ത് നോക്കാന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു. മണമില്ലേ എന്ന് വെച്ചാൽ മണമില്ല, മണുണ്ടോ ചോദിച്ചാൽ മണമുണ്ട്. എന്നാലും എന്ത് മണമെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. എനിക്കൊരു പരിപാടിയുണ്ട്, അപ്പം തന്നെ ഞാൻ തുമ്പിത്തോളും. നെക്സ്റ്റ് സാധനം പ്രപ്പ് പ്ലസ് പ്രൈം BB ബ്യൂട്ടി ബാം SPF 35. യൂസ് ചെയ്യാൻ പറ്റില്ല, തുറന്നു വെച്ച സാധനം. അയ്യേ, ആരാണ്ട് ഉപയോഗിച്ച് തുറന്നിട്ട് എനിക്ക് എന്തിനാ
ഇത് പൊട്ടിയിട്ടൊന്നുമില്ല, പൊട്ടിച്ചിട്ടൊന്നുമില്ല അത്, അതൊരു പ്രശ്നമില്ല. ഓ, കിട്ടിയ സാധനത്തിൽ ഏറ്റവും നല്ല സാധനം ഇത്. ഇനി ഇത് പൊട്ടിച്ച് നോക്കിയിട്ട് വേണം. ഞാൻ ഇങ്ങനത്തെ ജെല്ലായാലും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കൊക്കെ എങ്ങനെയാണെന്നോ അത് അറിയാൻ പറ്റില്ല. ഞാൻ കൂടുതലും ലിക്വിഡായിട്ടുള്ള അതിനുള്ള യൂസ് ചെയ്യും. ചായയിട്ട് കൊടുക്കാം ഇത്. ഹായ്, ലിപ്സ്റ്റിക്ക് തന്നെയാണോ നോക്കാം കേട്ടോ. അൾട്രാ സിറാമൈഡ് ലിപ്സ്റ്റിക്ക്. അധികം റിസ്ക് എടുക്കണ്ട, നമുക്ക് അങ്ങനെ തന്നെ തിരിച്ചു വെക്കാം. നെക്സ്റ്റ് സാധനം നോക്കാം. വീണ്ടും ഒരു ലിപ്സ്റ്റിക്ക്. ഓ ഗൈസ്, ഇത് ഒടിഞ്ഞിട്ടില്ല ഗൈസ്, നല്ല റെഡ് കളറാണ്. കുഴപ്പമില്ല. ചുണ്ടിലിടുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട, ഞാൻ അങ്ങനെ ചുണ്ടിലിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. മറ്റേനേക്കാളും നല്ല സ്മെല്ലാന്ന് തോന്നുന്നു. മറ്റൊരു നല്ല സ്മെല്ല് ഉണ്ടായിരുന്നു. കഴിഞ്ഞു ഗൈസ്, കഴിഞ്ഞു. ലാസ്റ്റ് ഒരു സാധനം കൂടി ഉള്ളൂ. ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എനിക്ക് കിട്ടിയില്ലല്ലോ. അതെനിക്ക് മാത്രമില്ലാത്ത. ഇതൊന്ന് NC25 മിനറലൈസ് ഫൗണ്ടേഷൻ. പൊടിയുള്ള സാധനം എന്തായാലും ഞാൻ തോന്നുന്നത് എനിക്ക് ഉറപ്പാണ്. ആരും ഉപയോഗിച്ച് വെച്ചേക്കണതാണോ അല്ലെങ്കിൽ തിരിച്ച് ഫില്ല് ചെയ്ത് വെച്ചേക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ ഗൈസ്. ഓൾറെഡി പൊടിയൊക്കെ കണ്ടോളൂ ഗൈസ്. മണുണ്ടോ മണമില്ല ചോദിച്ചാൽ മണമില്ല, മണുണ്ട്. മണുണ്ടോ ചോദിച്ചാൽ മണുണ്ട്, മണമില്ല. ശരിക്കും എന്താണിത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറെ ആയി ഇങ്ങനെ മീഷോ തുറക്കുമ്പോൾ കാണുന്നു, നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിക്ക് തന്നെ ഓർഡർ ചെയ്താണ്, യൂസ് ആക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. എന്നിരുന്നാലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഓഫേഴ്സ് ഒക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പേജിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക. അത്യാവശ്യം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള നെയിംസ് നമുക്കൊന്നും അറിയില്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോട് നമ്മൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഞാനും ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ നിങ്ങളും നല്ല പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ഫീസാണ്, നമ്മുടെ ലൈഫാണ്, എപ്പോഴും നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പോവാൻ